വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ച് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം പിക്ചേഴ്സ് വരക്കാൻ അറിയുന്നവരാണെങ്കിൽ ഡയറക്റ്റ് പേപ്പറിലേക്ക് പിക്ചർ വരച്ചെടുത്താൽ മതി. ഞാനിവിടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ട്രേസ് ടേബിൾ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ടാണ് പിക്ചേഴ്സ് വരക്കുന്നത്. ഈ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഗാലറിയിൽ നിന്ന് വേണ്ട ഇമേജ് സെലക്ട് ചെയ്യാം. എന്നിട്ട് വരക്കുന്ന ടൈമിൽ നമ്മൾ ഈ സ്ക്രീൻ ഒന്ന് ലോക്ക് ചെയ്യണം. അതിനുള്ള ഓപ്ഷൻ അതിൽ തന്നെ ഉണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഇതുപോലെ പേപ്പർ വെച്ചിട്ട് വരക്കുന്ന ടൈമിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലോക്ക് ചെയ്തിട്ട് വരക്കുക. ഇനി നെക്സ്റ്റ് ഒരു പിക്ചർ എടുക്കണമെങ്കിൽ ഇതുപോലെ തന്നെ ബാക്ക് അടിച്ചിട്ട് വീണ്ടും നമുക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് വരച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ കുറച്ച് പിക്ചേഴ്സ് ഇവിടെ വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ വരക്കാൻ അറിയുന്നവരാണെങ്കിൽ ഇത്രയൊന്നും പണിയില്ല, പെട്ടെന്ന് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. വരക്കാൻ അറിയാത്തവർക്കുള്ളൊരു ഓപ്ഷനാണ് ഞാനിവിടെ കാണിച്ചത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ നമ്മൾ പിക്ചേഴ്സ് എല്ലാം ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ വരക്കുന്ന ടൈമിൽ കുറച്ച് കട്ടിയുള്ള പേപ്പേഴ്സ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ഇതിനെല്ലാം ഞാനൊരു ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഔട്ട്ലൈൻസൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട കളർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കളർ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് കളർ ചെയ്യുന്നത്. സ്കെച്ച് യൂസ് ചെയ്തിട്ടും ചെയ്യാം. അങ്ങനെ എല്ലാം കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റിക്കർ രൂപത്തിലാവണമെങ്കിൽ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം കുറച്ച് വൈറ്റ് പോർഷൻ വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ആ ഒരു സ്റ്റിക്കറിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇതാ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുന്ന ടൈമിൽ നമ്മൾ കളർ ചെയ്ത ഭാഗം താഴോട്ടാക്കിയിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ഇതും ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഇത് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഈ സെല്ലോ ടേപ്പ് കട്ട് ചെയ്യുന്നത് അത്ര എളുപ്പത്തിലാവില്ല. കുറച്ച് ക്ഷമയോടെ ഇരുന്നിട്ട് കട്ട് ചെയ്യണം. അങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുക്കുക. ഇതും കട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കുറച്ച് പോർഷൻ വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സെല്ലോ ടേപ്പ് മുഴുവനായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. ഇനി നമുക്കിത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ഒരു പേപ്പർ എടുക്കുക. ഒന്നുകിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്താൽ മതി.
ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മുന്നേ വാങ്ങിയിട്ടുള്ള സ്റ്റിക്കർ കഴിഞ്ഞതിൻ്റെ ആ ഒരു ഷീറ്റാണ്. നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച എല്ലാ സ്റ്റിക്കേഴ്സും ഇതിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ് വർക്കിംഗ് ആണോ നോക്കാം. ഈ നോട്ട്ബുക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയിട്ട് കാണുക. ഇതാ അപ്പോൾ നമ്മുടെ സ്റ്റിക്കർ ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.